ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മുസ്ലിം വംശഹത്യക്കെതിരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള വീക്ഷണങ്ങൾ, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അലയടിച്ചിരുന്നു. ഇസ്രായേൽ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്നു. റഫ അതിർത്തിയിലെ അഭയാർത്ഥികളെ ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഈജിപ്റ്റ്. ഈജിപ്റ്റ് തങ്ങളുടെ സൈന്യത്തോട് യുദ്ധത്തിന് ഒരുങ്ങാൻ ആഹ്വാനവും ചെയ്തിരിക്കുന്നു. അതിനപ്പുറമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു ഗതിവിഗതികൾ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഗതിവിഗതികൾ അതിനും അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. ജോർദാൻ ഇസ്രായേലുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. ജോർദാൻ ഇസ്രായേലുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ കാരണം ഇസ്രായേൽ സൈന്യം നിരന്തരം വേട്ടയാടുന്നു മുസ്ലിങ്ങളെ എന്നുള്ളതാണ്. മുസ്ലിം വംശഹത്യയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. അല്ലാതെ ഈ ഹമാസ് ഭീകരരെ തൊടുന്നതല്ല ലക്ഷ്യം. മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് രാജവാഴ്ച നടത്തുക. മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയാൽ ഗസയിലെ പാവപ്പെട്ട പിഞ്ച് മക്കളടക്കമുള്ള മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയാൽ എന്തൊക്കെയോ നേടും എന്ന് ഇസ്രായേൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. തെറ്റിദ്ധരിച്ചിരിക്കുക മാത്രമല്ല, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വടക്കൻ ഗാസ ഇസ്രായേലിൽ നിന്ന് പോയി, തെക്കൻ ഗാസ ഇസ്രായേലിൽ നിന്ന് പോയി, ഖാൻ യൂനിസ് ഇസ്രായേലിൽ നിന്ന് പോയി. ഇനി ഇസ്രായേലിൻ്റെ മുമ്പിലുള്ളത് ഒരൊറ്റ മാർഗം മാത്രമാണ്: റഫ എന്ന സൈനിക അതിർത്തി. റഫ എന്ന സൈനിക അതിർത്തിയിലേക്ക് ആക്രമിച്ച് കയറാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. റഫയിൽ ആക്രമണം നടത്തിയാൽ തിരിച്ചടിക്കുമെന്ന് ഈജിപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ജോർദാൻ ശക്തമായ താക്കീത് ഇസ്രായേലിന് നൽകിയിട്ടുള്ളത്. അഭയാർത്ഥികളെയും ആരാധനാലയങ്ങളെയും കൊച്ചു കുട്ടികളെയും ആശുപത്രികളെയും ഇനിയും കൊന്നൊടുക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, ഇനിയും കൊലവിളിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, ഞങ്ങളുടെ സൈന്യവും രംഗത്തിറങ്ങും നിങ്ങൾക്കെതിരെ. ഞങ്ങളുടെ സൈന്യം രംഗത്തിറങ്ങിയാൽ നിങ്ങൾക്ക് അത് താങ്ങാൻ കുറച്ച് പ്രയാസമാകും. ഹിസ്ബുള്ളയും ഹമാസും അടക്കമുള്ള സൈനിക വൃന്ദങ്ങൾ, ഹുത്തികൾ അടക്കമുള്ള സൈനിക വൃന്ദങ്ങൾ ഒക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധ കുറിപ്പെന്ന് പറയാൻ പറ്റില്ല, പ്രതിഷേധ യുദ്ധവുമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അതിനു പിന്നാലെ ജോർദാൻ ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു ഇസ്രായേലിന്. ഇനി കയറി കളിക്കരുത്, കളി മതി, ഇവിടെ നിർത്തുക, കളികൾ മതി, ഇവിടെ നിർത്തുക. കളികൾക്കപ്പുറമുള്ള കളികൾ അപകടമാണ്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അതാണ് അവർ ശക്തമായി ഉന്നയിച്ചിരിക്കുന്നത്.